കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 120ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമാലേഖന പുസ്തക പഠനത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിക്കുന്നത് പോലെ റൈറ്റ്ലി ഡിവൈഡ് എന്ന ബൈബിൾ സെമിനാർ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുവാനായിട്ട് 1 മിനിറ്റ് ഞാൻ വേർതിരിക്കുകയാണ്. റൈറ്റ്ലി ഡിവൈഡ് എന്ന ഈ ബൈബിൾ സെമിനാർ എൻ്റെ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ളവർ ദയവായിട്ട് ഈ ദിവസങ്ങളിൽ അത് സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാൻ സെമിനാറിൻ്റെ ആ ഒരു ഫ്ലയർ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടും അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ഫ്ലയറാണ്, ഒരു പ്രോഗ്രാമാണ് അത്. അതിൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഏത് ഹോള് സെലക്ട് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കണം. ബൈ ചാൻസ് നമുക്ക് അവിടെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഹോൾ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ളത് കൊണ്ടാണ് ദയവായിട്ട് അത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ ഫോം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ലഭിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിന് മറുപടിയായിട്ടോ ഈ യൂട്യൂബിൽ മറുപടിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചെറിയാൻ കുര്യനെയോ എന്നെയോ എൽദോ ബ്രദറിനെയോ ഒക്കെ ബന്ധപ്പെടുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ലൊക്കേഷനും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ക്രമീകരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതിനൊന്ന് ഉത്സാഹിക്കുവാനായിട്ട് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. മുഖവരയായിട്ട് മറ്റൊന്നും പറയുന്നില്ല, നേരിട്ട് നമ്മുടെ റോമാലേഖന പഠനത്തിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. ഈ റോമാലേഖനത്തിന്റെ പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ തന്നെ ഇത് മുഴു തിരുവെഴുത്തുകളിലേക്കുള്ള വഴിയും വെളിച്ചവുമാണ്. അതായത് ബൈബിളിലേക്കുള്ള മുഴു തിരുവെഴുത്തുകളിലേക്കും ഉള്ള ഒരു വെളിച്ചമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ഓരോ വിശ്വാസിയുടെയും ആത്മാവിന് ഇത് പ്രതിദിനം മന്നായാണ് എന്നാണ് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വില്യം ടിൻഡെയിൽ എന്ന മഹൽ വ്യക്തി ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വില്യം ടിൻഡെയിലിനെ കുറിച്ച് നമുക്കറിയാം. ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യകാലത്ത് വിവർത്തനം ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് വില്യം ടിൻഡെയിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ റോമാലേഖനം എന്ന് പറയുന്നത് ബൈബിളിലേക്കുള്ള വഴിയും വെളിച്ചവും അതായത് തിരുവചന സത്യത്തിലേക്കുള്ള ഒരു വെളിച്ചം, അതിലേക്കുള്ള ഒരു വഴിയാണ്. ഓരോ വിശ്വാസിക്കും അവരുടെ ആത്മാവിന് അതൊരു പ്രതിദിന മന്ന ആണ് എന്നാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു 3-4 ക്ലാസ് ഇപ്പം അറ്റൻഡ് ചെയ്തു. അത്ര വലിയൊരു അമൂല്യതയൊന്നും അതിൽ കാണുന്നില്ലല്ലോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലർക്കൊക്കെ തോന്നിയേക്കാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ. 1-2 അധ്യായത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും ഒക്കെ കയറി കഴിയുമ്പോഴത്തേന് അത് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റോമാലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലാണ് പഠിക്കുവാനായിട്ടിടയായത്. ഇന്ന് അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. 2-ാം അധ്യായത്തിൽ എന്തെങ്കിലും വീണ്ടും ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യണോ എന്ന് ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ അതിൽ കാണുന്നില്ല. കാര്യം അതിൽ പ്രതിപാദിക്കുന്ന വിഷയം യഹൂദനും പാപത്തിന് കീഴിലാണ്, തുല്യ ശിക്ഷാവിധിക്ക് അർഹരാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അതിലധികം റീക്യാപ്പിന് ഞാൻ മറ്റൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായതിനാൽ ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. തന്നെയല്ല, നിങ്ങളെ കൊണ്ട് ഈ റോമാലേഖനത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മറ്റ് അധ്യായങ്ങളിലേക്ക് കയറുവാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞാനൊരു ഗൈഡിന്റെ റോളിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഗൈഡ് ഒരു വലിയൊരു ഗ്രൂപ്പിനെയും കൊണ്ട്, ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പിനെയും കൊണ്ട് ഓരോ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആ ഗൈഡിന് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാം. അദ്ദേഹം പണ്ട് കണ്ടിട്ടുണ്ട്, മുമ്പ് ഇതിനെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പിനെ കൊണ്ട് വരുമ്പോഴത്തേന് ഓരോ സ്ഥലത്തും കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുവാനായിട്ട് അദ്ദേഹം എത്രമാത്രം ചില എക്സിബിഷൻ സെന്ററുകൾ, ചില മ്യൂസിയം ത്തിലൊക്കെ കയറുമ്പോഴത്തേന് അടുത്ത സ്ഥലം അത് കാണിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹം പോലെ. ഫോർ എക്സാമ്പിൾ ബക്കിംഗ്ഹാം പാലസ്. ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ട് ബക്കിംഗ്ഹാം പാലസിലേക്ക് പോവുകയാണെങ്കിൽ, അല്ല വേണ്ട, ബക്കിംഗ്ഹാം പാലസിൽ കയറാൻ പറ്റത്തില്ല. ഡോൾമാബാച്ചെ പാലസ്, ഈസ്റ്റാൻബൂളിലെ ടർക്കിയിലെ ഡോൾമാബാച്ചെ പാലസ് എന്ന് പറയുന്നത് ഒരു വലിയ പാലസാണ്. ഏകദേശം 285
മുറികളും ഒരു 46 മുതൽ 50 വരെ പ്രധാന ഹാളുകൾ, അതായത് എന്താ പറയുന്ന ഈ ബാങ്കറ്റ് ഹാളുകൾ, ബോൾ റൂമുകൾ, കൗൺസിൽ ഹാളുകൾ, അതുപോലെ സെറിമോണിയൽ ഹാൾ എന്നൊക്കെ പറയുന്ന ഒരു വലിയ വലിയ ആഡംബര ഗംഭീരമായ ഹാളുകളൊക്കെയുള്ള പാലസ് ആണ് ഈ ഡോൾമ ബാച്ചെ എന്ന് പറയുന്ന ടർക്കിയിലെ ഇസ്താൻബുളിലെ പാലസ്. നിങ്ങളെ കൊണ്ട് ഞാനിപ്പം അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലം കഴിയുന്തോറും അടുത്തതിൽ കയറാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരിക്കും, കാര്യം നിങ്ങളെ അത് കാണിച്ചു തരാനായിട്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഈ പാലസിന്റെ മെയിൻ എൻട്രൻസിൽ നിൽക്കുകയായിരുന്നു ഇതുവരെ. ഒന്നാമത്തെ പടിയിൽ കയറി, രണ്ടാമത്തെ അതിലൂടെ മെയിൻ എൻട്രൻസിൽ കയറി. ഇന്ന് നമ്മൾ അതിലൂടെ അതിൻ്റെ ഒരു മെയിൻ ഹാളിലേക്ക് കടക്കുക, അതായത് ഒരു മെയിൻ സെറിമോണിയൽ ഹാളിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ ആ കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ എൻ്റെ ഹൃദയവും വളരെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. റോമാലേഖനത്തിലെ ഈ അധ്യായം, പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ വേദപുസ്തകത്തിന്റെ കേദാരം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കേന്ദ്രമാണ് എന്നാണ് മാർട്ടിൻ ലൂതർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ 3-ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3-ാമത്തെ അധ്യായം, അതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ വേദപുസ്തകത്തിന്റെ സെൻട്രൽ, അതിന്റെ കേന്ദ്രമാണ് എന്നാണ് വേദപണ്ഡിതന്മാര് മാർട്ടിൻ ലൂതർ, അതായത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ, ഇതിലൂടെയാണ് തനിക്ക് ആ വെളിച്ചം ലഭിക്കുന്നത്. ആ മാർട്ടിൻ ലൂതർ പറയുകയാണ്, ഈ പുസ്തകത്തിലെ ഈ 3-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് വേദപുസ്തകത്തിന്റെ കേദാരം എന്ന് പറയുന്നത്. എനിക്കും പേഴ്സണലി അതേ അഭിപ്രായം തന്നെയാണ് ബൈബിൾ പഠിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാര്യം ഈ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം നമ്മൾ ആഴമായിട്ട് ഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് നത്തിങ് അബൌട്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് യു നോ നത്തിങ് അബൌട്ട് ദ ബൈബിൾ. ഈ 3-ാമത്തെ അധ്യായം, ഈ ഒരു ഭാഗം 21 മുതൽ 26 വരെ നിങ്ങൾ ഇതിനെ ബൈഹാർട്ട് ആക്കണം. ഈ റോമാലേഖനം എൻ്റെ കൂടെ ചേർന്ന് പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ 3-ാമത്തെ അധ്യായം അതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ബൈഹാർട്ട് ആക്കണം. കാര്യം അതാണ് നമ്മുടെ ABCD എന്ന് പറയുന്നത്. അത് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്നേ അറിയത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ കാണുന്ന പ്രധാനമായ 3 വാക്കുകളാണ് നീതീകരണം, വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം. അതായത് ജസ്റ്റിഫിക്കേഷൻ, റിഡംഷൻ, പ്രൊപ്പിറ്റിയേഷൻ. ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു സാധാരണ പൊത്തുവരത്തെ ക്രിസ്ത്യാനി, പേരിന് മാത്രം സൈമൺ എന്നും വിൽസൺ എന്നും എബ്രഹാം എന്നും ജോർജ് എന്നും മേരി എന്നും എലിസബത്ത് എന്നും ഒക്കെ പേരുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് ആഴമായിട്ട് ഗ്രഹിക്കുന്ന ഒരാൾക്ക്, അതായത് ഈ ഒരു ഭാഗം ആഴമായിട്ട് ഗ്രഹിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ മർമ്മം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തിനെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിന്റെ കാര്യം. ഈ കഴിഞ്ഞ 2 അധ്യായത്തിൽ അത്ര വലിയ സംഗതികളൊന്നും കണ്ടില്ലല്ലോ എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുക. പ്രത്യേകിച്ച് ഇതിന്റെ 21-ാമത്തെ അധ്യായം ആ വാക്യം മുതൽ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ച് ഉലയ്ക്കാൻ തുടങ്ങും. അതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ആക്ച്വലി വിശ്വസിക്കുന്ന ഒരു പാപിക്ക് കൃപയാൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതീകരണം തികച്ചും എന്താ പറയുന്നത്, ദൈവിക ദാനമാണ്. അപ്പോൾ തന്നെ അത് വളരെ ഓതന്റിക് ആണ്, അത് നിയമപരമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക്, അതായത് നമ്മളിൽ ഒരാളായിക്കോട്ടെ, പാപിയായിരുന്നപ്പോഴത്തെ അവസ്ഥ, കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതീകരണം തികച്ചും ഓതന്റിക് ആണ്, ദൈവിക ദാനമാണ്, അത് നിയമപരമാണ്. അതെങ്ങും നമുക്ക് ഫ്ലൂക്കിൽ കിട്ടിയതല്ല. അത് നിയമപരമായിട്ട് ദൈവം വളരെ ഓതന്റിക് ആയിട്ട് ദൈവിക ദാനമായിട്ട് ദൈവം നമുക്ക് തന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കള്ളനെ, ഭയങ്കര നൊട്ടോറിയസ് കള്ളൻ, അയാളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ചില സാഹചര്യങ്ങളുടെ ബേസിസിൽ കോടതി വിധിക്കുക. ഇയാള് ചില സാഹചര്യങ്ങളുടെ ബേസിസിലാണ് അങ്ങനെ ചെയ്തു പോയത്, നിരപരാധിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് കോടതി വിധിച്ചിരിക്കുക. ആ കോടതി വിധിയുടെ പകർപ്പ് തനിക്ക് കൈമാറിയിരിക്കുക. ആ പകർപ്പുമായിട്ട് താന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി പോരുമ്പോൾ വഴിമധ്യ ഒരു വലിയ പോലീസ് ജീപ്പും പോലീസുകാരും SI ഒക്കെ ആയിട്ട് വഴിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം പേടിച്ച് തിരിഞ്ഞോടത്തില്ല. ഇതിനു മുമ്പായിരുന്നുണ്ടെങ്കിൽ അതുവഴിയെങ്കിലും കുറുക്ക് വഴിയെ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും.
ഇപ്പോൾ ഈ വരുന്ന വരവിൽ പോലീസ് അല്ല, SI അല്ല, ആര് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല. ഒട്ടും കൂസലില്ലാതെ, ഒട്ടും പേടിക്കാതെ റോഡിൽ കൂടെ നെഞ്ചും വിരിച്ച് നടന്നു വരും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ നീതി ന്യായ കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുന്നുവെന്ന് വിധി ന്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ വിധി ന്യായത്തിന്റെ പകർപ്പാ തന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പോലീസുകാരനെയും പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലാണ് റോമാലേഖനത്തിന്റെ പഠനം. നമുക്ക് നീതീകരണം, വീണ്ടെടുപ്പ് ഒക്കെ ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സകല പ്രതിസന്ധികളെ നേരിടാൻ ഉള്ള ഒരു ആത്മീക ധൈര്യമാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പകരുന്നത്. ഈ വചനത്തിന്റെ ആഴം നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമായിരിക്കത്തില്ല. ഈ പോലീസുകാരനും DGP എല്ലാം ആര് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂസലില്ലാതെ നെഞ്ചും വിരിച്ച് നടന്നു വരുന്നത് മാതിരി ഏത് പ്രശ്നത്തെയും ഫേസ് ചെയ്യാനുള്ള ഒരു ആത്മീക ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നാം അങ്ങനെ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുക. ഞാൻ ആ 3-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് തുടങ്ങുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. 10-ാമത്തെ വാക്യം മുതൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. 4, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഫോഷ്ക് പറയുന്നവർ എന്നേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? 7-ാമത്തെ വാക്യം: ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? 8, നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളവ തന്നെ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. 12, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഞാൻ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഇവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 1-ാമത്തെ വാക്യം പറയുകയാണ്: എന്നാൽ യഹൂദൻ എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ഈ 3-ാമത്തെ അധ്യായം 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുക. ഇവിടെ മുതൽ 20-ാമത്തെ വാക്യം വരെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ ടോപ്പ് ഗിയറിലായിരിക്കും പോകുന്നത്, ഒരല്പം സ്പീഡിലായിരിക്കും പോകുന്നത്. കാര്യം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 മുതൽ 26, 27 വരെയുള്ള വാക്യങ്ങളിൽ അല്പസമയം നിന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ഇന്നുകൊണ്ട് ഒരു പക്ഷുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസവും ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടി അതിനെ ശരിക്കും റീക്യാപ്പ് ചെയ്ത് മുഴുവൻ ആൾക്കാർക്കും അത് മനസ്സിലായതിനു ശേഷമേ അടുത്ത അധ്യായത്തിലേക്ക് കടക്കത്തുള്ളൂ. എന്നാൽ ഈ ഒരു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അധികം ടേക്ക് അവേ ഇല്ലാത്തത് കാരണം ഞാൻ അല്പം ഫാസ്റ്റ് ആയിട്ട് പോകും. 1-ാമത്തെ വാക്യം, അവിടെ 2 ചോദ്യം ചോദിച്ചുകൊണ്ട് റോമാലേഖനം ആരംഭിക്കുക. 3-ാം അധ്യായം: എന്നാൽ യഹൂദന് എന്ത് വിശേഷത? 2-ാമത്തെ ചോദ്യം, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. 2-ാം അധ്യായം അതിന്റെ 25, 26 വാക്യങ്ങളാണ് അതിന്റെ പശ്ചാത്തലം. ഞാനത് പെട്ടെന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം. 2-ാമത്തെ അധ്യായം 25, 26 വാക്യങ്ങൾ. അവിടെ പറയാണ്: നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അതായത് ഇവിടെ പറയുകയാണ്, നിനക്ക് ന്യായപ്രമാണം ഉണ്ടെങ്കിലും നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത്. ന്യായപ്രമാണം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിച്ഛേദന ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി ന്യായപ്രമാണം പാലിക്കാതെ യഹൂദനാന്ന് പറഞ്ഞ് ചുമ്മാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ പരിച്ഛേദന കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല എന്ന് പറയുക. ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. മറ്റുള്ളവരെ നിനക്ക് ഒട്ടും വിശേഷതയില്ല എന്ന് പറയുക. അടുത്ത വാക്യം, അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ, അതായത് ജാതിയായുള്ള ഒരുവൻ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഹൂദൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനെ
പരിച്ഛേദനക്കാരൻ എന്ന് പറയുകയില്ലയോ എന്ന് ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ബേസിസിലാണ് 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ചോദിച്ചിരിക്കുന്നത്. എന്നാൽ യഹൂദന് എന്ത് പ്രത്യേകത, എന്ത് വിശേഷതയാണ് പിന്നെ യഹൂദനുള്ളത്? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നു, സകല വിധത്തിലും അവർക്ക് വളരെ ഉണ്ട്. യഹൂദന് പല കാര്യങ്ങളും പ്രശംസിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അതായത് ദൈവത്തിന്റെ ഈ ഓറക്കിൾസ് ഇത് മുഴുവനും സമർപ്പിച്ചിരിക്കുന്നത് അവരുടെ കയ്യിലാണ്. 9-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലേ? അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇതെല്ലാം അവർക്കുള്ളതായിരുന്നു. അതുകൊണ്ട് അവർക്ക് പ്രത്യേകതയുണ്ട്. അവരെ ശരിക്കും ദൈവത്തിന്റെ സന്തതികളായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരുന്നതാ. ഇത് കണ്ടില്ലേ? പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്. അതുകൊണ്ട് യഹൂദന് എന്ത് വിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശേഷതയുള്ളവരാ. അവർ ദൈവത്തിന്റെ ജനമാ. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. ഡ്യൂട്രോണമി 14, അതായത് ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക്, ഡ്യൂട്രോണമി 14:2 പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. കണ്ടോ? യഹൂദന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനമാണ്. ദൈവം കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ജനം, എൻ്റെ ആദ്യജാതൻ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായിട്ട് ദൈവം അവരുടെ മധ്യത്തിൽ നിൽക്കുക. അങ്ങനെ ദൈവത്തിന്റെ ജനം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച്, അതായത് ബാക്കിയുള്ള സകലമാന ജനങ്ങളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, യഹൂദന് വല്ല പ്രത്യേകത ഉണ്ടോ ഇല്ലയോ എന്ന്? തീർച്ചയായിട്ടും പ്രത്യേകതയുള്ളവരാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തിടത്തോളം കാലം അവർക്ക് ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല. യാതൊരു വിധമായ പ്രശംസയ്ക്കും അവർ യോഗ്യരല്ല എന്ന് പറഞ്ഞു വരിക. ഇത് എഫേസ്യ ലേഖനം കണ്ടില്ലേ? അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുക, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മളെ കുറിച്ച് മുമ്പേ നമ്മൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. നമ്മളെ വിളിച്ചിരുന്നത് അഗ്രചർമ്മക്കാരെന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും യോഗ്യത ഉള്ളവരായിരുന്നില്ല. വിളിച്ചിരുന്നത് യഹൂദന, അവർ പരിച്ഛേദനക്കാര്. അതുകൊണ്ട് നമ്മൾ അവരെ അഗ്രചർമ്മക്കാരെന്ന് വിളിച്ച് നമ്മളെ അവർ ആക്ഷേപിച്ചിരുന്നു. ഗോലിയാത്തിനെ നോക്കി ദാവീദ് വിളിക്കുന്നത്, ഈ അഗ്രചർമ്മി നമ്മുടെ നേരെ വരാൻ ഇവർ ആരാണെന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രമാത്രം അവരെ ദൈവജനമെന്ന് കരുതിയിരുന്നവരാ. നമ്മളെ ആ കോൺട്രാസ്റ്റിൽ നമ്മളെ ഒന്ന് കണ്ടേ. 12-ാമത്തെ വാക്യത്തിൽ നമ്മളെ കുറിച്ച് പറയുന്നത് കണ്ടോ? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേലിന് ഞങ്ങളെല്ലാം ചേട്ടനും അനിയനുമാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം. നിങ്ങളല്ലേ ഇതൊന്ന് വെട്ടി നിങ്ങളുടെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒട്ടിച്ചു വെച്ചിരുന്നാൽ നല്ലത്. നിങ്ങൾക്ക് കുറച്ചൊരു ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകും. ഞങ്ങൾ പണ്ട് അബ്രഹാമിന്റെ മക്കളായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ റോമാലേഖനം പഠിച്ചു വരുമ്പോൾ ആ ഒരു ഒരു നിഗളം, ആ ഒരു ആവശ്യമില്ലാത്ത ആ ഒരു പ്രൈഡ്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടുവാനായിട്ട് ഇടയാവും. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ, വഴിത്തലയ്ക്കൽ നിന്നിരുന്നവരാ, തള്ളപ്പെട്ടു പോയിരുന്നവരാ, ഒരു കണ്ണിനും ദയ തോന്നാതെ ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടും, അതോടുകൂടി നിങ്ങൾ തീരും, നിങ്ങളെ അവിടുന്ന് നിത്യ ന്യായവിധിക്ക് ശേഷം നിത്യ നരകാഗ്നിയിലേക്ക് തള്ളും. അതായിരുന്നു നമ്മുടെ സ്റ്റേറ്റസ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്വത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവർ. എന്ത് വാഗ്ദത്വമാണ് നമുക്കുണ്ടായിരുന്നേ? ഏത് വാഗ്ദത്വമാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്? ഒരു വാഗ്ദത്തത്തിന് നമ്മൾ യോഗ്യരായിരുന്നില്ല. ഒന്നും നമ്മളോട് വാഗ്ദത്തം ചെയ്തിരുന്നില്ല. ഒരു വാഗ്ദത്ത ജനമല്ല നമ്മൾ. ഒരു വാഗ്ദത്വം നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് യഹൂദന. ഇത് കണ്ടില്ലേ? വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നേ. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യര്, പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇതായിരുന്നു നമ്മുടെ സ്ഥിതി. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് യഹൂദന് എന്ത് വിശേഷത എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒത്തിരി വിശേഷതയുള്ളവരായിരുന്നു. കാര്യം അവരുടെ പക്കലായിരുന്നു ദൈവം ഇതെല്ലാം സമർപ്പിച്ചിരുന്നത്. എന്നാൽ അവർ വഴിവിട്ടു പോയി, അവർ ദൈവത്തെ അറിയാതെ പോയി എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. 3-4 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ പറയാ, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ഇത് ചിലർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം അവിശ്വസ്തരെന്നോ ദൈവം അനീതി പ്രവർത്തിക്കുന്നവനെന്നോ വരത്തില്ല. 4-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞ്
അത് പ്രൂവ് ചെയ്യുക. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഫോഷ്ക് പറയുന്നവനെന്നേ വരത്തുള്ളൂ. ദൈവം സത്യവാനാണെന്ന് ഒരു 51-ാമത്തെ സങ്കീർത്തനം, ഞാൻ ഒത്തിരി റെഫറൻസുകൾ ഇവിടെ എടുക്കുന്നില്ല, കാര്യം ഈ വാക്കുകളെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹൂദൻ പാപിയാണെന്ന് പറഞ്ഞ് വെക്കുകയാണ്. അവിടുത്തെ എല്ലാ പഴുതുകളും അടച്ചു പോവുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ അധികം റെഫറൻസുകൾ കാണിക്കുന്നില്ല, അധികം സമയം എടുക്കുന്നില്ല. സങ്കീർത്തനം 51 അതിന്റെ 1 മുതൽ 4 വരെ, 2 മുതൽ 4 വരെ പ്രത്യേകിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു സീരീസ് ഓഫ് സങ്കീർത്തനങ്ങളെയാണ് കോട്ട് ചെയ്യുന്നത്. പല സങ്കീർത്തനങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് താൻ ഈ പറയുന്ന ഭാഗം സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലേ? 5-ാമത്തെ വാക്യം പറയുകയാണ്, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു ഒരു നാളുമല്ല. അടുത്ത വാക്യം, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ഇവിടെ എഴുത്തുകാരൻ ഓരോരോ കേസുകൾ പ്രസന്റ് ചെയ്തിട്ട് അതിനെ കൗണ്ടർ ചെയ്യുക, അതിന് ആൻസർ പറയുക. ഇവിടെ പറയുന്നത്, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? അതായത് നമ്മൾ അനീതി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാകുന്നത്. ദൈവം നീതിമാനാണെന്ന് അനീതി ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയാം? അതുകൊണ്ട് അനീതി ചെയ്യാനും ചിലർ വേണ്ടേ? നമ്മൾ അനീതി ചെയ്യുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാകുന്നത് എന്നൊരു ആർഗ്യുമെന്റ് വരിക. അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റിന് മറുപടി പറയുക അപ്പോൾ ഇവിടെ, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ദൈവം മറുപടി പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്ന് പറയാൻ കഴിയുമോ? ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? ഇതെല്ലാം പറഞ്ഞു വരുന്നത് അതേ സെയിം ആർഗ്യുമെന്റ്. അതായത് ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാകുമല്ലേ അതുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എങ്ങനെ അവനെ വിധിക്കുവാൻ കഴിയും? അവൻ പാപിയെന്ന് എങ്ങനെ എഴുതി തള്ളുവാൻ കഴിയും? പാപം ചെയ്തുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാകുകയല്ലേ കൂടുതലായിട്ട് അവിടെ നടന്നത് എന്ന് പറയുക. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെ. നിങ്ങൾക്ക് ആ ഭാഗം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം പോള് ശരിക്കും പഴുതടച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു വാക്യത്തിൽ നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ചു പറയുന്നുവല്ലോ. ഇത് 1-ാമത്തെ അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, റോമാലേഖനത്തിന് തന്നെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോയി അതിന്റെ 20ഉം 21ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പോൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ദൈവം നീതിമാനാ, മനുഷ്യരെല്ലാവരും പാപികളായി പോയിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുക. ഞാൻ അതൊന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് മടങ്ങി വരാം. 20ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം അതിന്റെ 20ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതും തന്നെ. അവർക്ക് യാതൊരു വിധത്തിലും ദൈവമല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ലോകത്തിൽ ദൈവം ഇല്ല എന്ന് പറയുവാനോ കഴിയാത്തവണ്ണം ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളെല്ലാം ബുദ്ധിക്ക് തെളിവായി വരിക. ഈ ലോകത്തിന്റെ ലക്ഷണങ്ങൾ, ഇതിലെ നിത്യശക്തിയും ദൈവത്വവും ഈ ലോകത്തിലെ അദൃശ്യ ലക്ഷണങ്ങൾ, ലോകത്തിന്റെ സൃഷ്ടി മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവമുണ്ടെന്ന് തെളിയുക. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായിട്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇതൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല, ഇതെല്ലാം നമ്മളിൽ പറ്റിപ്പോയിരിക്കുന്ന കുഴപ്പങ്ങളാണ്. ഇവിടെല്ലാം പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നീതിമാനാണ്, മനുഷ്യരെല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുക. യാതൊരു വിധത്തിലോ അല്ലെങ്കിൽ ആരും പറയാനിടയാകരുത് അവിടെ കുറച്ചു പേരെങ്കിലും നല്ലവരുണ്ടായിരുന്നു, നീതിമാന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു എന്നൊരു ആർഗ്യുമെന്റ് വരാൻ പാടില്ല. അതുകൊണ്ട് മുഴുവനും ജനത്തെയും, ലോകത്തിലുള്ള സകലമാന മനുഷ്യരും, ജാതികളാകട്ടെ യഹൂദരാകട്ടെ നീതിമാന്മാരായി ജീവിച്ചു എന്ന് അവകാശപ്പെടുന്നവരാകട്ടെ, ഇവരെല്ലാവരും പാപത്തിന് കീഴായിരുന്നു എന്ന് പറയുക. എല്ലാത്തിൻ്റെയും പഴുതടയ്ക്കുക. ഞാൻ ഇതിനിടയ്ക്ക് നിങ്ങളുടെ ആ ബുദ്ധി, നിങ്ങളുടെ ആ ഓർമ്മയൊന്ന് ഇതാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ലാസർ മരിച്ചപ്പോൾ
കർത്താവ് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് ചെല്ലുന്നത്. 4-ാമത്തെ ദിവസമാണ് ലാസറിനെ സൗഖ്യമാക്കാൻ ചെല്ലുന്നത്. 4 നാളായി നാറ്റം വെച്ചതിന് ശേഷമാണ് ലാസറിനെ സൗഖ്യമാക്കുവാൻ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെല്ലുന്നത്. കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ചെല്ലാമായിരുന്നു, 2-ാമത്തെ ദിവസം ചെല്ലാമായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് 4 ദിവസം വരെ വെയിറ്റ് ചെയ്തതെന്നറിയാമോ? 4 നാൾ വരെ വെയിറ്റ് ചെയ്തതെന്നറിയാമോ? ഇവർ എന്തുകൊണ്ട് കർത്താവ് ചെയ്യുന്നത് ശരിയല്ല അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്ന ജനമാ ചുറ്റുമുള്ളത്. അവരുടെ ഇടയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് അടുത്ത 3 ദിവസങ്ങൾ അവരെ ചുറ്റിപ്പറ്റി പറന്ന് നടക്കും. അതെങ്ങും പോകത്തില്ല, തിരിച്ച് അവരിലേക്ക് കയറാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ, വളരെ റിമോട്ട് ചാൻസ് ആണെങ്കിലും ഒരു പക്ഷെങ്കിൽ തിരിച്ച് അവർ ജീവൻ വെക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് 3 ദിവസം വരെ ഉണ്ട്. ആ 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിട്ടുപോകും. ഇങ്ങനൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവ് ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് 4 നാൾ വരെ വെയിറ്റ് ചെയ്യാൻ കാര്യം. കംപ്ലീറ്റ് ആയിട്ട് ഒരു പഴുതും ഒരു എക്സ്ക്യൂസും ഉണ്ടാകാൻ പാടില്ല. ഒരല്പം ജീവൻ ഉണ്ടായിരുന്നു, ജീവനോടുകൂടിയാണ് ലാസറിനെ അകത്ത് വെച്ചത്. വിളിച്ചപ്പോഴേ പുള്ളി കേട്ടു, പുള്ളി ഇറങ്ങി പോരുന്നു എന്ന് ആരും പറയാൻ ഇടയാകല്ല. അതുകൊണ്ടാണ് നാറ്റം വയ്ക്കുന്നത് വരെ 4 നാൾ വരെ വെയിറ്റ് ചെയ്ത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സകല പഴുതുകളും അടച്ച് പോള് സ്ഥാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നീതിമാൻ, മനുഷ്യരെല്ലാവരും പാപികൾ എന്നൊരു വസ്തുതയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല. ആ വിഷയത്തെ അങ്ങനെ വായിച്ചും കണ്ടും മുന്നോട്ട് പോവുകയാണ്. 9-ാമത്തെ വാക്യം, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് മുമ്പേ തെളിയിച്ചുവല്ലോ. ഒറ്റ വാക്കിൽ അത് പറഞ്ഞങ്ങ് നിർത്തുക. ഇവിടെ ഒരുത്തർക്കും വിശേഷതയില്ല, എല്ലാവരും പാപികളാണ്, തെറ്റുകാരാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 10-ാമത്തെ വാക്യത്തിൽ അത് അണ്ടർലൈൻ ചെയ്ത് അടിച്ച് എഴുതി ഉറപ്പിക്കുക. 11-ാമത്തെ വാക്യം, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. 12-ാമത്തെ വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അതിനുശേഷവും ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെ പറയുകയാണ്. ഞാനതൊന്ന് വായിച്ചു വിടാം. അവിടെ പറയുന്നത്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. 12-ാമത്തെ വാക്യം കണ്ടില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റാ ദ ഗേറ്റ് മിനിസ്ട്രീസ് ഇന്ന് ലോകത്ത് വിളിച്ചു പറയുന്നത്. നമ്മൾ എക്കോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാ. ഈ പറയുന്ന ഈ വാക്യത്തെ ശരിക്കും നമ്മൾ എടുത്തു പറയുന്നത്. പോൾ അന്ന് പറഞ്ഞത് അതേ കണ്ടീഷനാണ് ഇന്നും ജനമായിരിക്കുന്നത്. പോൾ അന്ന് പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നമ്മളിവിടെ പെന്തക്കോസ്തുകാരെ ആക്ഷേപിക്കുകയോ ബ്രദറൻകാരെ ആക്ഷേപിക്കുകയോ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരെ ശരിയല്ലെന്ന് പറയോ മർത്തോമ്മക്കാരെയോ ഇവാഞ്ചലിക്കലിനെയോ റോമൻ കാത്തോലിക്കാരെയോ ഒന്നും അല്ല ഈ പറയുന്നത്. നമുക്ക് ഇവരോട് ആരോടും ഒരു വിരോധമില്ല. നമുക്ക് പേഴ്സണലി അവരെല്ലാം വളരെ ഇഷ്ടമാണ്, വളരെ സ്നേഹവുമാണ്, ഒരു കുഴപ്പവുമില്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുപോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മൾ ഈ പറയുന്നത്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇവരെല്ലാം ഒരുപോലെ മാറിപ്പോയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് പോകേണ്ടതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല. ഇവരെ സാത്താൻ വഴി തിരിച്ചു വിട്ടിരിക്കുന്നു. അതൊന്ന് നോക്കി കറക്റ്റ് വഴി ഏതാണെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു പോകുവാനുള്ള ഒരേ ഒരു ആഹ്വാനമാണ് ഈ ഗേറ്റ് മിനിസ്ട്രീസ് കൊടുക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം, അന്ന് യഹൂദന്റെ സ്ഥാനമായിരുന്നു. യഹൂദനെ കുറിച്ചാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് ക്രിസ്ത്യാനി ആയിരിക്കുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അന്ന് യഹൂദനെ നോക്കിയിട്ട് പോൾ പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോളിനെ അവർ കുറെ 40 അടിയല്ല ഓടിച്ചിട്ട് അടിക്കും. കാര്യം യഹൂദൻ വഴിതെറ്റി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സെയിം തിങ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കെതിരായിട്ട് ഇത്രയും ആക്ഷേപം ഉയരുന്നത്. നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ കാര്യമില്ല. ഈ സംഗതിയാണ് പോളിന്റെ കാലത്ത് പോൾ അന്ന് പറഞ്ഞിരുന്നത് യഹൂദനെ നോക്കിയാണെങ്കിൽ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിയെ നോക്കി പറയുന്നു. ആ സ്ഥാനത്തേക്ക് ക്രിസ്ത്യാനി വന്നിരിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇന്ന് കർത്താവിന്റെ വരവായാൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ കൈവിടപ്പെട്ടു പോകും. നിസ്സാരമായിട്ട് അവർക്ക് ലഭിക്കാവുന്ന ആ വീണ്ടെടുപ്പിൽ നിന്നാണ് ഇത്ര വലിയൊരു തെറ്റിലേക്ക്, ഇത്ര വലിയൊരു നരകാഗ്നിയിലേക്ക് അവരെ തള്ളിക്കൊണ്ടു പോകുന്നത്. അവർക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവര് ദൈവം കർത്താവ് ചെയ്തിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ ഒരു മീറ്റിങ്ങിൽ ഇരുന്ന് അത് കാര്യങ്ങൾ മനസ്സിലായാൽ സമർപ്പണത്തോടെ അവർ രക്ഷിക്കപ്പെടാവുന്ന കാര്യത്തിനാണ് അത് കൊടുക്കാതെ, അത് മനസ്സിലാക്കാതെ അവരെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. 3-ാമത്തെ അധ്യായം
അതിന് 13 മുതൽ താപ്പോട്ടുള്ള ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുക. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരത്തിന് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. പോൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ അങ്ങനെ അങ്ങ് വായിച്ചു വിടുകയാണ്. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവരറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? സങ്കീർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇവിടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. സങ്കീർത്തനം 14:3, 53:3, 5:9, 36:1-2 ഇതെല്ലാം റെഫർ ചെയ്തുകൊണ്ട്, കോട്ട് ചെയ്തുകൊണ്ട് പോൾ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുക. ഞാനതൊന്നുകൂടെ വായിക്കാം. അങ്ങനെ വായിച്ച് ഞാൻ അവിടെ അങ്ങ് വിടുക. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. ഇതെല്ലാം സങ്കീർത്തനത്തിലെ റെഫറൻസുകളാണ്. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെയും പോൾ പറഞ്ഞ് സമർത്ഥിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്നു. ഇതാണ് അതിൽ കൂടെ പറഞ്ഞു വരുന്നത്. ഒരുത്തരും രക്ഷയ്ക്ക് യോഗ്യരല്ല. ദൈവം ഇന്ന് നോഹയുടെ കാലത്തെ പോലെ ഒരു ജലപ്രളയം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സകല മനുഷ്യരും അതിൽ മുങ്ങിപ്പോകും, അതിൽ നശിച്ചു പോകും. ലോത്തിന്റെ കാലത്തെ പോലെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സകല മനുഷ്യരും പട്ടുപോകും. ആ ഒരു കണ്ടീഷനിലായിരിക്കുന്നു എന്ന് പറയുക. ഇതെല്ലാം എന്തിനാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാനായിട്ടുള്ള സ്റ്റേജ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. 21 മുതൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം. അതിന്റെ ഒരു സ്റ്റേജാണ് ഈ സെറ്റ് ആവുന്നത്. 18-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. 19, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരും ആയിത്തീരേണ്ടതിന് തന്നെ. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ എല്ലാവരും ന്യായപ്രമാണം പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ന്യായപ്രമാണം ഉള്ളവർക്ക് ന്യായപ്രമാണം അനുസരിക്കണം. ന്യായപ്രമാണം ഇല്ലാത്തവർക്കോ അവർക്ക് അവരുടെ മനസാക്ഷി തന്നെ പ്രമാണമാകുന്നുവെന്ന് ഇതിനു മുൻപേ നമ്മൾ തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ പ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. ഇവിടെ ന്യായപ്രമാണം കൊണ്ടോ അല്ലെങ്കിൽ മനസാക്ഷിയാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പ്രമാണം ഉള്ളതുകൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം അത്രേ ഉണ്ടാകുന്നത്. അടുത്ത വാക്യം പറയുക, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇതൊരു വലിയ തത്വമാണ്. ഇവിടെ ന്യായപ്രമാണം നമ്മൾ അനുഷ്ഠിച്ചത് കൊണ്ട്, അതിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ പരിജ്ഞാനം. നമ്മൾ പാപികളാണെന്ന് നമുക്കത് ബോധ്യമാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ന്യായപ്രമാണത്തിലെ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുക, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇവിടെ മുതൽ നിങ്ങൾ എന്നെ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം. ഇനിയും അടുത്തത് നമ്മളൊരു വലിയ അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, യഹൂദന്മാരത്രേ, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. റോമാലേഖനവും ഗലാത്യ ലേഖനവും വളരെ കണക്റ്റഡാണ്. ഈ കാര്യങ്ങളെ നമ്മൾ പറയുമ്പോൾ ഈ വാക്കുകൾ നീതീകരണം, വീണ്ടെടുപ്പ്, വിശ്വാസം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പ്രായശ്ചിത്തം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇനി അധികം വരും ഈ ചില മുന്നോട്ടുള്ള ചില വാക്യങ്ങളിൽ. അപ്പൊ അത് കൺഫ്യൂസ് ആയി പോകാതെ വളരെ ശ്രദ്ധിച്ചെന്നെ കേൾക്കണം. ഇവിടെ പറഞ്ഞു വരുന്നത് ന്യായപ്രമാണത്തിൽ കൂടി നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അതായത് 10 കൽപ്പനകൾ, 613 സബ് ക്ലോസസുകൾ, ഈ പ്രമാണങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്
ഇതിൽ കൂടി നമുക്ക് അത് ചെയ്താൽ തെറ്റാണ് എന്നൊരു പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത്. അല്ലാതെ നമുക്ക് അത് ചെയ്ത് അത് മുഴുവനും പാലിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. യാക്കോബിന്റെ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 2:10 പറയുന്നത് ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ സകലത്തിലും തെറ്റിപ്പോയിന്ന്. അതായത് 10 പ്രധാന കൽപ്പനകളും 613 സബ് ക്ലോസസും. ആർക്കെങ്കിലും 613 സബ് ക്ലോസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും അയച്ചു തരാം. അത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും 613 നിയമങ്ങൾ എന്ന് പറയുമ്പോഴത്തന്നെ എന്ത് ചെയ്യുന്നതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപിയായി പോവുക. നമ്മൾ അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്ത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ കൂടി നമുക്ക് നീതീകരിക്കപ്പെടുവാനേ കഴിയത്തില്ല. നമ്മളെ നീതിയിലേക്ക് നടത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ തിരിച്ച് റോമാലേഖനത്തിലേക്ക് വരാം. അതിന്റെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സോറി, 20-ാമത്തെ വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. The law gives men the knowledge of the guilt. നമ്മൾ പാപിയാണ്, നമ്മൾ തെറ്റുകാരനാണ് എന്നൊരു ബോധ്യമാണ് നമുക്ക് ഇതിൽ കൂടെ തരുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ട് ന്യായപ്രമാണത്തിൽ കൂടെ ഒരുത്തൻ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. പാപത്തിന്റെ പരിജ്ഞാനം മാത്രമാണ് നമുക്ക് വരുന്നത്. പഴയ നിയമകാലത്തിലും ജനം ആക്ച്വലി രക്ഷിക്കപ്പെട്ടിരുന്നത് വിശ്വാസത്താലാണ്. ന്യായപ്രമാണം നിലനിന്നിരുന്ന കാലത്തും പഴയ നിയമ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലത്തും അവർ രക്ഷിക്കപ്പെട്ടിരുന്നത് വിശ്വാസത്താലാണ്. ഞാനത് തെളിയിക്കാം. മുന്നോട്ട് പോകുന്നതോറും നമുക്കത് തെളിവായി വരും. ഞാനിപ്പോൾ ഈ ആദ്യത്തെ ഒരു റൗണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തിരിച്ച് കേട്ട് കഴിയുമ്പോഴത്തേന് ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാകും. പിന്നെ അടുത്ത ആഴ്ചയിൽ ഞാൻ വീണ്ടും ഇത് റീക്യാപ്പ് ചെയ്യും. യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ 2-3 പ്രാവശ്യം ഈ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. പഴയ നിയമകാലത്തില് ന്യായപ്രമാണം ചെയ്ത് അതിന്റെ പ്രവൃത്തികളാൽ അല്ല ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരുന്നുകൊണ്ടിരുന്നത്. പ്രവൃത്തികൾ വേണം, പക്ഷെ വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തികൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. 21 ഇങ്ങനെ പറയുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. മുമ്പ് ഇത് ന്യായപ്രമാണത്തിൽ കൂടായിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, മനസ്സിലായിക്കൊണ്ടിരുന്നത്. ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്പോൾ അത് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതായത് ഈ ഒരു വിശ്വാസം നമുക്ക് വെളിപ്പെടുക, മാനിഫെസ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനെ വെളിപ്പെടുത്തുക, കുറെ കൂടെ നമുക്ക് വ്യക്തമാകുക, വെളിപ്പെടുത്തുക എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ആകുക, റിവീൽ ആകുക അല്ല. അതായത് ഒരു പുതിയ തത്വം ഇവിടെ കൊണ്ടുവരുവല്ല, മറിച്ച് അത് മാനിഫെസ്റ്റ് ആകുക. പഴയ നിയമത്തിലും ഈ വിശ്വാസത്താൽ തന്നെ ആയിരുന്നു ജനം രക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് പല വാക്യങ്ങളിൽ കൂടെ കാണുവാനായിട്ട് കഴിയും. 1-2 വാക്യം ഞാനൊന്ന് കാണിച്ചോട്ടെ. ഇത് കണ്ടില്ലേ, ജനസിസ് 15-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ പറയുന്നത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതായത് അബ്രഹാമിനെ കുറിച്ച് പറയുക, യഹോവയിലെ വിശ്വാസം കാരണമാണ് ദൈവം അബ്രഹാമിന് അത് നീതിയായിട്ട് കണക്കിടുന്നത്. അബ്രഹാമിന്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ല. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ്, പിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇതെല്ലാം കഴിഞ്ഞ് മോശയെ വിളിച്ച്, മോശയുടെ കാലത്ത് പുറപ്പാട് പുസ്തകത്തിൽ വെച്ചാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. അതിനു മുമ്പുള്ള കാലത്തിൽ നീതിമാന്മാരുണ്ടായിരുന്നു. അവർ നീതീകരിക്കപ്പെട്ടിരുന്നത് വിശ്വാസത്താലാണ്. അവരുടെ മനസാക്ഷിയാൽ ചില പ്രവർത്തികൾ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അവര് നീതീകരിക്കപ്പെട്ടിരുന്നത് വിശ്വാസത്താലാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു വന്ന. ഹബക്കൂക്കിന്റെ പുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2-ാമത്തെ അധ്യായം 4-ാം വാക്യം, അവിടെ നമുക്ക് കാണാം, ദ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതൊക്കെ പണ്ട് പുരാതന കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലായിരുന്നു അന്ന് അവർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ മടങ്ങി വരാം, റോമാലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും
യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. അതായത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇന്നിപ്പം ആ പ്രമാണത്തിന്റെയോ പ്രവൃത്തികളുടെയോ ആവശ്യമില്ലാതെ അത് ആ ഭാഗത്ത് നിന്ന് മാറിപ്പോയിരിക്കുക. ന്യായപ്രമാണം ഇല്ലാതെ അത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെടുന്ന ആ ഒരു ദൈവിക പദ്ധതി ഇന്ന് വെളിപ്പെട്ടു വന്നിരിക്കുക. ഇവിടെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നുവെന്ന തത്വം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ മേലെ ന്യായപ്രമാണം എന്നൊരു ആവരണം മൂടിക്കിടക്കുക. ന്യായപ്രമാണം അതിന്റെ പുറത്തുണ്ടായിരുന്നു. കാരണം നാം പാപികളാണെന്നും പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളാൽ കഴിയത്തില്ല എന്നും അതിനൊരു രക്ഷകൻ ആവശ്യമാണെന്നും നാം ഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രമാണം അതിന്റെ മേലെ ദൈവം നമുക്ക് തന്നിരുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിലും രക്ഷ വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തികളാല. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക. അവരെല്ലാവരും ആ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരുന്നത്. ഇവിടെ പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. ഈ ന്യായപ്രമാണം നമ്മുടെ ഇടയിൽ നിന്ന് മാറി യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു എന്ന് ഇവിടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയ. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വാക്യം കൂടി ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് കാണിച്ചോട്ടെ. അതിന്റെ 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാ പറയുന്നത്: വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇവിടെ അല്പം കട്ടിയായിട്ട് തോന്നും, പക്ഷേ ഇത് ലൈറ്റ് ആകും. ഈ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലായി കഴിയുമ്പോഴത്തേനും അത് ക്ലിയർ ആകും. വിശ്വാസം നമുക്ക് വരുന്നതിന് മുൻപേ നമ്മൾ ന്യായപ്രമാണത്തിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. വിശ്വാസം നമ്മളല്ല, യഹൂദന്റെ കാര്യമാണ്. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അടുത്ത വാക്യം: അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്, അതായത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് രക്ഷ, നമുക്ക് നീതീകരണം ലഭിക്കേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ഒരു ശിശുപാലകനായി ഭവിച്ചു. തെറ്റേതാണ്, ശരി ഏതാണ്, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് ആ ഒരു റോളായിരുന്നു ന്യായപ്രമാണത്തിന് കൊടുത്തിരുന്നതെന്നാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. ന്യായപ്രമാണത്തിൽ കൂടെ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അത് നമ്മളെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറയുക. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലാണ് നാം ആയിരിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. 22-ാമത്തെ വാക്യം: അതിനും ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അത് ഇതിനു മുമ്പേ നമ്മൾ തെളിയിച്ചതാ. 24-ാമത്തെ വാക്യം വളരെ മെയിൻ ആയിട്ടുള്ള ഒരു വാക്യം. അവിടെ പറയുക: അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കാരുണ്യത്താൽ, കർത്താവിന്റെ കരുണയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇത് ഞാനൊരു അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ശിക്ഷാർഹരാണെന്ന് പറയുകയാണ്. അതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഇനി അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നമ്മൾ നീതീകരിക്കപ്പെടുക. ഇവിടെ പ്രമാണത്തിൽ പറയുന്ന പോലെ ആടും കാളയും യാഗവും പ്രവൃത്തികളും ഒന്നും ആവശ്യമില്ല. മറിച്ച് യേശു ക്രിസ്തുവിൽ കൂടെ കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. അതിലെ വിശ്വാസത്താൽ കർത്താവിന്റെ കരുണയാൽ നാം രക്ഷിക്കപ്പെടുവാണെന്നാണ് ഈ വാക്യത്തിൽ കൂടെ സമർപ്പിക്കുന്നത്. എന്താണ് ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ്? നമുക്കതൊന്ന് മനസ്സിലാക്കാം. എന്തിനാണ് ഈ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്? സകല മനുഷ്യരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു പോയി എന്ന് ഇതിനു മുമ്പേ നമ്മൾ സമർപ്പിച്ചു, നമ്മൾ കണ്ടു. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവത്തിന് പക്ഷെ ഇവരെ വിട്ടുകളയാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇവരെ എല്ലാവരെയും വീണ്ടെടുക്കണം. ഇവരെ മുഴുവനും പേരും ദൈവത്തിന് വീണ്ടെടുക്കണം. പക്ഷെ പാപത്തിന് നേരെ ദൈവത്തിന് കണ്ണടയ്ക്കാനും പറ്റത്തില്ല. കാര്യം ദൈവം റൈച്ചിയസ് ഗോഡാ, ദൈവം നീതിമാനായ ദൈവമാ. പാപം ചെയ്തിരിക്കുകയാണ്, സകല മനുഷ്യരും പാപികളാ. എന്നാൽ ഇവരെ വീണ്ടെടുക്കുകയും വേണം. ഇതിൽ എന്താ പറയുന്നത്, യാതൊരു വിധത്തിൽ ഇവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കക്ഷത്തിലിരിക്കുന്നത് പോവുകയരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് പറയുന്ന മാതിരി ഒരു സിറ്റുവേഷനിലായിരിക്കുക. അതായത് ഇവരെ എല്ലാവരെയും രക്ഷിക്കണം. അതിന് എന്ത് ചെയ്യും? ഇവിടാണ് പ്രായശ്ചിത്തത്തിന്റെ പ്രത്യേകത.
പ്രാധാന്യം വരുന്നത്. ഇവിടെ ഒരു പ്രായച്ചിത്തം ഇതിന് ചെയ്യണം. മനുഷ്യൻ ചെയ്ത പാപത്തിനൊരു പ്രായച്ചിത്തം ചെയ്യണം. ഇതെന്ത് പ്രായച്ചിത്തമാണ്? എന്താണ് ആ പ്രായച്ചിത്തം? ഞാൻ 1-2 വാക്യങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. യോഹന്നാന്റെ ലേഖനം, 2-ാമത്തെ ലേഖനം, അതിന്റെ 2-ാം വാക്യം, 1 യോഹന്നാൻ 2:2. അവിടെ പറയാണ്, 1 യോഹന്നാൻ 2:2 പറയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഒരു വാക്യം കൂടെ കാണിക്കാം. 4-ാമത്തെ അധ്യായം, 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യം. അവിടെ പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സിലുണ്ട്, എന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, പോൾ അല്ലേ പറയേണ്ടിയിരുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ അതിന് മറുപടി പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ അതുമായിട്ട് ചേർത്ത് കൂട്ടി കുഴയ്ക്കുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കുക. പ്രായച്ചിത്തം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഈ റെഫറൻസ് എടുത്തത്. അതായത്, നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെയാ സാക്ഷാൽ സ്നേഹമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പാപത്തിന് നേരെ ദൈവത്തിന് കണ്ണടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എല്ലാവരെയും വീണ്ടെടുക്കണം. പാപത്തെ ശിക്ഷിക്കാതെ വിടാൻ നീതിമാനായ ദൈവത്തിന് കഴിയത്തില്ല. കാര്യം ദൈവം നീതിമാനാണ്. ദൈവത്തിന് അവർ ചെയ്തിരിക്കുന്ന പാപത്തിന് പരിഹാരം ആയിട്ട് എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അതിന് പരിഹാരമായിട്ട് പ്രായച്ചിത്തമായിട്ട് നിയമിക്കുക. ഇതിനെയാണ് പ്രൊപ്പിച്ചിയേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് റാത്ത്. ദൈവത്തിന്റെ ആ കോപത്തിന്, അതായത് അവർ ചെയ്ത ആ തെറ്റിനൊരു പ്രായച്ചിത്തം, അതിനൊരു പരിഹാരം, പൂർണ്ണമായ ഒരു പരിഹാരം, അതിനെയാണ് ഈ പ്രായച്ചിത്തം എന്ന് പറയുന്നത്. അത് ചെയ്യണം. ഈ മനുഷ്യനാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കേസിൽ. കാര്യം മുഴുവൻ മനുഷ്യനും പാപത്തിലാണ്, മനുഷ്യൻ മുഴുവനും പാപിയാണ്. അവനിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണമെങ്കിൽ ഇവിടെ കണ്ണടയ്ക്കാം. ഞാൻ അതിലേക്ക് വരിക. അതിന് മുൻപായിട്ട് ഗെത്സമനയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഗെത്സമനയിൽ ക്രൂശീകരണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ. ബൈബിൾ അറിയാത്തവർ ഇതിനെയൊക്കെ വല്ലാതെ എന്താ പറയുന്നത്, മനസ്സിലാക്കി വല്ലാത്ത രീതിയിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവ് പേടിച്ചിട്ടാണ്, പിറ്റേ ദിവസത്തെ ക്രൂശീകരണത്തെ ഭയന്നിട്ടാണ്, കരഞ്ഞിട്ടും അവരവനെ ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെങ്ങും ക്രൂശീകരണമോ പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നുമല്ല ദൈവത്തിന്റെ പ്രശ്നം. ഇവിടെ ഈ പറയുന്നത് മുഴുവൻ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഉലകത്തിന്റെ മുഴുവനും പാപം പരിശുദ്ധനായ ദൈവത്തിന്റെ മേലെ ചുമത്താൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ, പുത്രനായ ക്രിസ്തുവിന്റെ മേൽ ഈ ഉലകത്തിന്റെ മുഴുവനും പാപം ചുമത്താൻ പോവുകയാണ്. ചില്ലറ പാപമല്ല നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതകാലം മുഴുവനും ചെയ്തിരിക്കുന്ന പാപം ഈ കുഞ്ഞാടിന്റെ പുറത്ത് ഓരോന്നോരോന്നായിട്ട് ചുമത്താൻ പോവുക. അങ്ങനെ ഈ കുഞ്ഞാടിനെ ആ പാപത്തിന് പരിഹാരമായിട്ട് പ്രായച്ചിത്തമായിട്ട് ദൈവത്തിന്റെ ആ ദൈവ കോപാഗ്നിയിലിട്ട് ദഹിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലാതെ ഇവിടുത്തെ അടിയോ ഇവിടുത്തെ ക്രൂശീകരണോ ഒന്നും അല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അതിന്റെ ആത്മീക അർത്ഥം മനസ്സിലാകാത്തവരാണ് ആക്ഷേപിക്കാനായിട്ട് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ചോദിക്കുന്നത്, പിതാവേ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ മേലെ ഇത് ചുമത്തുന്നതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുക. അവിടെ വേറെ ഒരു മാർഗവും ഇല്ലെന്ന് വെളിപ്പെടുത്താന് 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുക, പിതാവായ ദൈവത്തിനോട് ചോദിക്കുക. പിതാവായ ദൈവം പുത്രന്റെ പ്രാർത്ഥന കേൾക്കുന്നേ ഇല്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മാർഗവും ഇല്ല ഇതിന്. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരം നിവർത്തിക്കാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾ എത്ര ഉരുളി കമഴ്ത്തിയാലും ശരി, എത്ര തലകുത്തി നിന്നെന്നാ പറഞ്ഞാലും ശരി, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ശരി, ഒരു പുണ്യവാളനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു പ്രവൃത്തിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇവിടെ കർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നാം ഇതിന് പരിഹാരം കാണണം.
അതിനെ ഞാൻ പ്രായച്ചിത്തം ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം നമ്മൾ ഹോളി അല്ല, നമ്മൾ പരിശുദ്ധന്മാരല്ല, നമ്മൾ വിശുദ്ധന്മാരല്ല, നമ്മൾ പാപികളാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇത് നടക്കത്തില്ല. പിന്നെന്താന്ന് ചോദിച്ചാൽ ഒരു വഴിയുള്ളത്, പരിഹാരം ചെയ്യുക എന്നുള്ളത് ദൈവമാണ്. ദൈവം ഇതിന് പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ണടച്ചു വിടാം. കർത്താവിന് ഇതിനു വേണ്ടി പരിഹാരം ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടെ ഇതിന് പരിഹാരം ആകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, രക്തം ചൊരിയണം. ഇല്ല, ഒരു യാഗം അല്ലെങ്കിൽ ഒരു പ്രായച്ചിത്തം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്നുള്ളതാണ് ബൈബിളിലെ തത്വം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു ജീവൻ അതിനുവേണ്ടി കൊടുക്കുക. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. കർത്താവിന്റെ രക്തം ആ പാപത്തിന് പരിഹാരമായിട്ട് കൊടുക്കുക. ഇതിന് വേറൊരു രക്തം മറുവിലയായിട്ട് കൊടുക്കണം. ആ രക്തം ഏതെങ്കിലും രക്തമായാൽ പോരാ. അങ്ങനെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി യാഗമായി കഴിഞ്ഞാൽ ഈ പാപത്തിന് പരിഹാരമാകത്തില്ല. കാര്യം നമ്മുടെ രക്തം പാപമുള്ള രക്തമാണ്. പരിശുദ്ധമായ ഒരു രക്തം ഇതിനു വേണ്ടി പരിഹാരമാകണം. അതുകൊണ്ടാണ് കർത്താവ് കന്യകാ മറിയത്തിൽ പരിശുദ്ധ ആത്മാവിനാൽ ജഡമെടുക്കുന്നത്. ഒരു മനുഷ്യന്റെ രക്തത്താൽ അല്ല, പരിശുദ്ധ രക്തത്താൽ അത് ഈ ലോകത്തിൽ ജനിക്കണം. അതുകൊണ്ടാണ് ദൈവം ആദാമിന്റെ ലീനിയേജിൽ വരാതെ പാപത്തിൽ നിന്ന് ഒഴിവുള്ളവനായിട്ട് പരിശുദ്ധ ആത്മാവിനാൽ കന്യകാ മറിയത്തിൽ ഗർഭം ധരിക്കുന്നത്. ആ പരിശുദ്ധ രക്തം ഇതിന് മറുവിലയായിട്ട് കൊടുക്കണം. ആ പാപത്തിന് വേറെ ഒന്നും മറുവിലയാകത്തില്ല. വേറെ ഒന്നിനും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല ഈ പാപത്തിന് പരിഹാരമായിട്ട്. ഇനി ബൈ ചാൻസ് കർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് നോ റിഡംഷൻ. നമുക്ക് വീണ്ടെടുപ്പില്ല, നമുക്ക് സാൽവേഷൻ ഇല്ല. വി വിൽ ഗോ ടു എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ. നിത്യ നരകാഗ്നിയിലേക്ക് നമ്മൾ പോകും. ഇത് ദൈവത്തിന്റെ നീതിയാണ്. ഇതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കർത്താവ് ഇതിനൊരു പ്രായച്ചിത്തം ചെയ്യണം. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഫെയ്ത്ത് ഇൻ ഹിസ് ബ്ലഡ്, അവന്റെ രക്തത്തിലെ ആ വിശ്വാസത്താൽ നാം ഇന്ന് നീതീകരിക്കപ്പെടുക. ഇന്ന് നമ്മുടെ സുവിശേഷത്തിന്റെ ഒരു സംക്ഷിപ്തം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യമാണ്. അതായത് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവന്റെ രക്തത്തിലെ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കൺസൈസ് ഗോസ്പൽ ഫോർ ടുഡേ എന്ന് പറയുന്നത് ഈ സുവിശേഷമാണ്. ഞാൻ റോമാലേഖനത്തിൽ തന്നെ അടുത്തൊരു വാക്യം വായിച്ചിട്ട് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 3-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അടുത്ത വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. ഞാൻ സാധാരണ പറയാറുള്ള ഒരു വാക്യമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഒരു ആറ്റം ബോംബിന്റെ പവറുള്ള ഒരു വാക്യമായത്. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, ഞാൻ വരാം, അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തിനാ പരസ്യമായി നിർത്തിയിരിക്കുന്നത്? വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം അവർ നീതീകരിക്കപ്പെടുവാൻ, ആ പ്രായച്ചിത്ത യാഗത്തിലൂടെ അവർ നീതീകരിക്കപ്പെടുവാൻ. ഉലകത്തിന്റെ മധ്യത്തിൽ ഇസ്രായേലിൽ, അതിന്റെ മധ്യമായ യെരുശലേമിൽ, അതിന്റെ മധ്യത്തിൽ കാൽവറിയിൽ, അതിന്റെ മധ്യത്തിൽ 3 ആണികളിൽ, 2 കള്ളന്മാരുടെ നടുവിൽ, ആ നടുവിലത്തെ ക്രൂശിൽ, ലോകത്തിന്റെ മധ്യത്തിൽ, മിഡിൽ ഈസ്റ്റിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. ലോകം മുഴുവനും കാണുന്ന രീതിയിൽ ലോകത്തിന്റെ മധ്യഭാഗത്ത് ഇവിടെ പുത്രനായ ക്രിസ്തു തന്റെ ക്രൂശിലെ മറുവില യാഗത്തിലൂടെ, തന്റെ ആ സമർപ്പണത്തിലൂടെ പിതാവായ ദൈവം നീതിമാൻ എന്ന് തെളിയിക്കുക. പുത്രനായ ക്രിസ്തു ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത ക്രൂശ് മരണത്തിലൂടെ പിതാവായ ദൈവം നീതിമാനാണ്. കാര്യം ദൈവത്തിന് അനീതിയായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിലൂടെ പിതാവായ ദൈവം നീതിമാനാണെന്ന് തെളിയിക്കുക. ഇത് കർത്താവിന്റെ ഈ നീതി ഈ കാലത്തിൽ മാത്രമല്ല, വരും കാലത്തിലും പഴയ കാലത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു.
അതായത് അനീതിയായിട്ട് ദൈവം ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, ചെയ്യാൻ ദൈവത്തിന് കഴിയത്തുമില്ല. ഈ കാലത്തിലും വരും കാലത്തിലും മാത്രമല്ല, കഴിഞ്ഞുപോയ കാലത്തിലും ദൈവം നീതിമാനായിരുന്നു എന്ന് തെളിയിക്കുക. ഈ വാക്യത്തിൽ കൂടി അതാ പറഞ്ഞു വരുന്നത്. ഞാൻ കൂടുതൽ അതിനെ വെളിപ്പെടുത്താം. കഴിഞ്ഞുപോയ കാലത്തിൽ എങ്ങനെയാണ് പുത്രനിൽ കൂടെ നീതീകരണം വന്നത് എന്നൊരു പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് സംശയം വന്നേക്കാം. പഴയ നിയമകാലത്ത്, അബ്രഹാമിന്റെ ഒക്കെ കാലത്ത് എങ്ങനെ പുത്രനിൽ കൂടെ നീതീകരണം വന്നതെന്ന് നമുക്കൊരു പക്ഷെങ്കിൽ തോന്നിയേക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ കാണിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം എന്നെ ശ്രദ്ധിച്ചാട്ട്. ഇവിടെ കണ്ടോ, പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം, അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഈ യാഗത്തിന്റെ ഒരു ക്രമം പറഞ്ഞു വരിക. കാളയെ യാഗം കഴിക്കുന്നത് അത് എങ്ങനെ വേണമെന്നും പറഞ്ഞു വരിക. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവരോട് ക്ഷമിക്കും. കാളയെ അവസാനം യാഗം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വരുക. ഞാനൊരു വാക്യമേ കാണിച്ചുള്ളൂ. ലേവ്യ പുസ്തകം ഇതിന്റെ മേലോട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. അവിടെ ഒരു പ്രായശ്ചിത്ത യാഗം നടക്കുന്നതിനെ കുറിച്ചും കാളയെ യാഗം കഴിക്കുന്നതിനെ കുറിച്ചും പറയുക. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവരോട് ക്ഷമിക്കും. ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ, ആൻഡ് ഇറ്റ് ഷാൽ ബി ഫോർ ഗിവൺ ദം. അതാണ് അവരുടെ പാപത്തിന് പരിഹാരം. എന്നാൽ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു വാക്യങ്ങളോട് നിങ്ങളെ ഒന്ന് കാണിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞത് കാളയെ യാഗം കഴിക്കുമ്പോൾ അവരുടെ പാപം അവരോട് ക്ഷമിക്കുമെന്ന്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കാണിക്കാം. ഇവിടെ കണ്ടില്ലയോ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എന്തോ ഒരു കോൺട്രാഡിക്ഷൻ ആയി പറയുന്നതെന്ന് നോക്കിയേ. അവിടെ കാളയെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപത്തിന് പരിഹാരമാകും എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ പറയാ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഈ പ്രായശ്ചിത്തത്തിന്, ഈ കാളയുടെ രക്തത്തിന് ഈ പാപങ്ങളെ നീക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുക. ഇതിന്റെ തന്നെ 11-ാം വാക്യം കൂടെ പെട്ടെന്ന് ഞാനത് കാണിക്കാം. ഇത് കണ്ടില്ലേ, 10-ാം അധ്യായത്തിന്റെ തന്നെ 11-ാം വാക്യം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ പുരോഹിതന്മാർ ഈ യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ നിയമിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ആരാധനാലയത്തിൽ അവർ പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എത്ര യാഗം കഴിച്ചിട്ടും ഇതൊന്നും പാപങ്ങൾക്ക് പരിഹാരമാകത്തില്ല എന്ന് വ്യക്തമായിട്ട് തെളിയിക്കുക. എന്നാൽ ലേവ്യ പുസ്തകം 4-20 നമ്മൾ വായിച്ചത് കാളയെ യാഗം കഴിക്കുമ്പോൾ അവരുടെ പാപങ്ങളുടെ പരിഹാരമാകുന്നു. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇസ്രായേലിന്റെ പാപങ്ങളെ മോചിച്ചിരുന്നത് ദൈവം അവരോട് കാളയെയും ആടിനെയും ഒക്കെ യാഗം കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും അവര് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിപ്പാനിരിക്കുന്ന ആ പരമയാഗത്തിന്റെ ബേസിസിലാണ് അവരുടെ പാപങ്ങൾ മോചിച്ചിരുന്നത് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഒരു കാളയ്ക്കും ഒരുത്തരുടെയും പാപം നീക്കാൻ കഴിയത്തില്ല. ഒരു ആട്ടുകൊറ്റന്റെ രക്തത്തിനും ഒരു മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമാകാൻ പറ്റത്തില്ല. എബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് അത് പറയുക. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ഒരു പാപത്തിനും പരിഹാരമല്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആടിനെയും കാളയുമാണ് പഴയ നിയമത്തിൽ കൊന്നിട്ടുള്ളത് പാപത്തിന് പരിഹാരമായിട്ട്? അതപ്പോ എങ്ങനെയാണ് അത് നീതീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരാൻ പോകുന്നതിന്റെ ബേസിസിലാണ് ഈ കാളകളെയും ഈ ആടുകളെയും ഒക്കെ അറുത്തിരുന്നപ്പോൾ അവർക്ക് അവരുടെ പാപങ്ങൾ മോചിച്ചിരുന്നത്. അതായത് ആ വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി അവർ ചെയ്യുമ്പോൾ ആ യേശു ക്രിസ്തു നിറവേറ്റാനിരിക്കുന്ന ആ കാൽവറി യാഗത്തിന്റെ ബേസിസിൽ അതിനു മുൻപേ അവരോട് പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, 13-ന്റെ 8-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 13-ന്റെ 8-ൽ പറയുന്നത് കണ്ടോ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്നാ ലോകസ്ഥാപനത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടെ? ഈ പറയുന്നതിന്റെ അർത്ഥം 4000 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവ് അറുക്കപ്പെടുന്നത്. ആദം മുതൽ നോഹ വരെ അപ്രോക്സിമേറ്റ്ലി 1000 വർഷമാണ്. നോഹ മുതൽ അബ്രഹാം വരെ അടുത്ത 1000 വർഷമാണ്. അബ്രഹാം മുതൽ മോശ വരെ അടുത്ത 1000 വർഷമാണ്. മോശ മുതൽ യേശു ക്രിസ്തു വരെ അടുത്ത 1000 വർഷമാണ്. റഫ്ലി റൗണ്ട് അബൌട്ട് 4000 ഇയേഴ്സ് ലേറ്റർ ആ കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. ഉലക സ്ഥാപനത്തിലല്ല.
ഇത് പിന്നെ എന്തായി പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് പറയാൻ കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഉലക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെടുവാനായിട്ട് നിയോഗിതനും നിയമിതനുമായിരുന്നു. അങ്ങനെ കർത്താവ് അറുക്കപ്പെട്ടതിന് തുല്യമായിട്ട്, കാര്യം 101% സേർട്ടൺ ആണ് അത് നടക്കുമെന്നുള്ളത്. തൃത്വത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ തൃത്വത്തിലെ ഒരു ആളാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ, കാര്യം ഈ തൃത്വം കൂടി ആലോചിക്കുന്ന ഒരു രംഗമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് മനുഷ്യനെയും ഉലകത്തിനെയും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതിന് മുൻപുള്ള കാലമാണ് അനാദി എന്ന് പറയുന്നത്. ഈ അനാദി നിർണയത്തിന് മുൻപേ ദൈവമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമുണ്ട്. അവരുടെ കൗൺസിൽ അവർ തീരുമാനിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്കറിയാം. അവര് എന്താ പറയുന്നത്, പരിപൂർണ അറിവ്, എൻഡ് ടു എൻഡ് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ദൈവമാണ്, നിത്യനായ ദൈവമാണ്. സർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ നഗ്നതും മലർന്നതുമായിരിക്കുന്നു. എല്ലാം തന്നെ ദൈവത്തിന് അറിയാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രായച്ചിത്തത്തിനായി കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീരണമെന്നുള്ളത് നിയമിച്ചിരിക്കുക. അതിനുശേഷമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെന്ന് പറയുന്നത് തന്നെ. ആദാമിനെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൽ വന്ന് ക്രൂശിക്കപ്പെടുവാൻ പാകത്തിനുള്ള ഒരു ശരീരമാണ് ആദാമിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു ക്രൂശിന്റെ ആകൃതിയിൽ, കൈ നൂർത്ത് കഴിഞ്ഞാൽ ക്രൂശിന്റെ ആകൃതിയിലുള്ള ശരീരം, അതായത് വരുവാനിരിക്കുന്നവന്റെ പ്രതിരൂപം, യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്നേ പറയുക. മനസ്സിലാകുന്നുണ്ട്? ഇതിന്റെയൊക്കെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിനെ അറുക്കപ്പെടുവാനായിട്ട് വേർതിരിക്കപ്പെടുക. അതുകൊണ്ട് 101% അത് നടക്കുന്ന കാര്യത്തിന്റെ ബേസിസിലാണ് പഴയ നിയമത്തിലെ പാപങ്ങളൊക്കെ മായ്ച്ചു കൊടുത്തിരുന്നത്. അല്ലാതെ അവിടുത്തെ കാളയുടെയോ അവിടുത്തെ എന്തെങ്കിലും ആട്ടുകൊറ്റന്റെയോ പ്രത്യേകത കൊണ്ടല്ല. 3-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കാം. 3-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റോമാലേഖനം 3:25 വാക്യം. 25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം കണ്ടില്ലയോ, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, അതായത് പാപത്തെ ദൈവം പഴയ നിയമത്തിലുണ്ടായിരുന്ന പാപത്തെ ശിക്ഷിക്കണമായിരുന്നു. അവർ ചെയ്തിരുന്ന പാപങ്ങളെ, യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുന്നതിന് മുൻപ് അവർ ചെയ്തു കൂട്ടിയിരുന്ന പാപങ്ങളെ ദൈവം ശിക്ഷിക്കണമായിരുന്നു. എന്നാൽ കർത്താവ് അതിനെ ശിക്ഷിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ വരാനിരിക്കുന്ന യാഗത്തിന്റെ ബേസിസിൽ അവരോട് കൽപ്പിച്ചിരുന്ന ആട്ടുകൊറ്റന്റെയും കാളക്കിടാങ്ങളുടെയും രക്തം അവർ അർപ്പിക്കുമ്പോൾ ആ വിശ്വാസത്തോൽ യേശു ക്രിസ്തുവിന്റെ ആ കാൽവറി യാഗത്തിന്റെ ബേസിസിൽ അവർക്ക് പാപങ്ങളെ മോചിച്ചു കൊടുത്തിരുന്നു. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദൈവം തന്റെ പൊറുമയിൽ, അതായത് തന്റെ ഫോർബിയറൻസസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മഹാദയയിൽ, ദീർഘക്ഷമയിൽ, ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ, അതേതാ മുൻകഴിഞ്ഞ പാപം? കർത്താവിന്റെ ക്രൂശിന് മുൻപ് നടന്ന പാപങ്ങൾ, ആ 4000 വർഷം നടന്ന പാപങ്ങൾ, ആ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും പാപക്ഷമ ലഭിച്ചിരിക്കുന്നു എന്നുള്ള തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തതെന്ന് പറയുക. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ പിതാവായ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അത് ഇന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവർക്കും ഇതിനു മുൻപ് കഴിഞ്ഞു പോയവർക്കും തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനാണ് എന്ന് പറയുക. അടുത്ത വാക്യം സോറി, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെളിപ്പെടുത്താം. അതായത് സാത്താൻ ദൈവത്തോട് ചോദിക്കും, അല്ലയോ പരിശുദ്ധനായ ദൈവമേ, നീ നീതിമാനാ, നീ അനീതിയായിട്ടൊന്നും ചെയ്യത്തില്ല, കൃപായുഗത്തിൽ നിന്റെ രക്തത്താൽ പാപം കഴുകിപ്പോകും എന്നുള്ളത് ജനത്തിന് മനസ്സിലായി, അത് ന്യായമാണ്. എന്നാൽ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ പാപം നീ എങ്ങനെ മോചിക്കും? അവരുടെ പാപം അതികഠിനമാണ്. ആട്ടുകൊറ്റന്റെയും കാളക്കിടാങ്ങളുടെയും രക്തം പാപത്തിന് തൃപ്തിയാകത്തില്ല. നിന്റെ നിന്റെ കോപത്തെ അത് തീർക്കാൻ പറ്റത്തില്ല. ഒരു ആടിനെ അറുത്തത് കൊണ്ട് അവരുടെ പാപം മാറത്തില്ല. ഇത് സാത്താൻ ദൈവത്തോട് ചോദിക്കും,
വുഡ് ഇറ്റ് ബി സഫിഷ്യന്റ് ഫോർ ദെയർ സിൻ? ഒരാടിനെ അറുത്തതുകൊണ്ട് അവരുടെ പാപം മാറുമോ? നിന്റെ wrath, നിന്റെ കോപത്തിന് അതിന് പരിഹാരമാകുമോ എന്ന് ചോദിക്കും. ഇനി പോരായെന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നീ തന്നെ പറഞ്ഞിരിക്കുക, ഈ ആട്ടിന്റെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് ഒരു പാപത്തിനും പരിഹാരമാകത്തില്ല ദൈവമേ എന്ന് ദൈവം തന്നെ, പരിശുദ്ധനായ ദൈവം തന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക. പിന്നെ എങ്ങനെ പഴയ നിയമത്തിലെ ആൾക്കാരുടെ പാപത്തിന് പരിഹാരമായി എന്ന് സാത്താൻ ചോദിക്കും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് എന്താ നിറവേറുന്നതെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ കാൽവറിയിൽ തകർത്ത് അവന്റെ രക്തം മറുവിലയായിട്ട് കൊടുക്കുക, ഇവിടെ ഒരു പ്രായശ്ചിത്തം നടത്തുക. അതിനെ നീതിമാനായ ദൈവം എന്ന് വിളിക്കാൻ കാരണം ദൈവം നീതിയോട് ഇത് നിവർത്തിക്കുക. ആ രക്തത്തിന്റെ ബേസിസിൽ ക്ഷമയോട് മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ ദൈവം വിട്ടു എന്ന് പറയുക. കാരണം 101% ദൈവത്തിനറിയാം തൻ്റെ പുത്രൻ ആ യാഗം നിറവേറ്റാനായിട്ട് പോവുക. അതിന് യാതൊരു മാറ്റവുമില്ല. സകലവും ദൈവത്തിനറിയാം. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നോക്കിയാൽ നമുക്ക് കാണാം, അബ്രഹാമിനെ സകല ജാതികൾക്കും പിതാവാകും എന്ന് ദൈവം അഡ്വാൻസ് ആയിട്ട് പറയുക. അതെങ്ങനെ ദൈവം പറയാൻ കാര്യം? അന്ന് മോശയെ വിളിച്ചിട്ടില്ല, ന്യായപ്രമാണം കൊടുത്തിട്ടില്ല, യഹൂദൻ എന്നൊരു ജാതി പിറന്നിട്ടില്ല. എന്നിട്ടും കർത്താവ് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡ് ടു എൻഡ് ദൈവത്തിന് സകല കാര്യങ്ങളും അറിയാം. അതുകൊണ്ടാ 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടത് തന്റെ നീതിയെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാകുന്നു. ആ 25-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുക. 26-ാം വാക്യം കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. ഒന്നുകൂടെ തിരിച്ചു വരുമ്പോഴത്തേന് നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാകും. 26-ാമത്തെ വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. പല ആവർത്തി ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം നീതിമാനാ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. വല്ല പിടിയും കിട്ടിയോ എന്തുവായി പറയുന്നതെന്ന്? മലയാളത്തിൽ ഇതിനെയൊക്കെ കുറെ കൂടെ വ്യക്തമായിട്ട് എഴുതിയിരുന്നെങ്കിൽ ഒത്തിരി പേർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായേനെ. എവിടൊക്കെ മനുഷ്യനെ കുഴപ്പിക്കാൻ പറ്റും അവിടെ എല്ലാം കുഴപ്പിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു വാക്യം അതെന്നറിയാമോ? 3 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ കൂടെ പറയുന്നത്. ഒന്ന്, ദൈവം നീതിമാനാണ്, ആദ്യത്തെ വാക്യം. രണ്ടാമത്തേത്, ദൈവം നീതീകരിക്കുന്നവനാണ്, യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണ്. മൂന്നാമത് പറയുന്നത്, ദൈവം തന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നവനാണ്. അതായത് ദൈവം നീതിയോട് ഒരു കാര്യം ചെയ്തിട്ട് അതിനെ പ്രദർശിപ്പിക്കും, പ്രസിദ്ധമാക്കും, എങ്ങും ഒളിച്ചു വെച്ചേക്കല്ല. അത് വളരെ ട്രാൻസ്പെറന്റ്, ഒരുത്തർക്കും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിനെ പ്രസിദ്ധമാക്കിയിരിക്കുന്നവനാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം നീതിമാനാണ്. 2, ദൈവം നീതീകരിക്കുന്നവനാണ്. 3, ദൈവം തന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നവനാണ്. ഇനി എന്താ ദൈവം നീതിമാനാണെന്ന് പറഞ്ഞാൽ? ദൈവം ജസ്റ്റ് ആണ്, അതായത് നീതിയോട് വിധിക്കുന്നവനാണ്. അന്യായമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല, എല്ലാം നീതിയോട് പ്രവർത്തിക്കുന്നവനാണ്. 2, എന്താ ദൈവം നീതീകരിക്കുന്നവനാണെന്ന് പറയുന്നത്? അപ്പോൾ തന്നെ ദൈവം എല്ലാം നീതിയോട് ചെയ്യുമ്പോൾ തന്നെ നീതീകരിക്കാൻ വഴി തുറക്കുന്നവനാ. കാര്യം ദൈവത്തിന് അറിയാം, നീതിയോട് ഞാൻ വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നരകത്തിലേക്ക് അയക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യം ഇവരെല്ലാം പാപികളാണ്. ഇനി ഇതിന് എന്താ ഒരു പരിഹാരം? ആ നീതിക്കുള്ള വഴി തുറക്കുന്നവൻ കൂടിയാണ്, ജസ്റ്റിഫയർ ആണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വേണമെങ്കിൽ പറയാം, ഐ ഡോണ്ട് വാണ്ട് ടു സാക്രിഫൈസ് മൈ സൺ. എനിക്ക് എൻ്റെ പുത്രനെ ഇതിനു വേണ്ടി ഒരു യാഗം കഴിക്കാൻ താല്പര്യമില്ല. ഇറ്റ്സ് യുവർ പ്രോബ്ലം, യു ഫിക്സ് ഇറ്റ്. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പ്രശ്നമാണ്. നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞതാ, ഇന്ന പാപം ചെയ്യരുതെന്ന്. നിങ്ങൾ ചെയ്ത പാപം അതിനുശേഷവും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, വീണ്ടും നിങ്ങൾ പാപം ചെയ്ത് കൂട്ടി. ഇത് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾക്ക് ഞാൻ പ്രമാണം തന്നു, നിങ്ങളത് അനുസരിച്ചില്ല. 10 കൽപ്പനകൾ തന്നു, നിങ്ങളത് അനുസരിച്ചില്ല. ദിസ് ഈസ് യുവർ പ്രോബ്ലം ആൻഡ് യു ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ദൈവത്തിന് കൈ കഴുകാമായിരുന്നു. എന്നാൽ ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ നീതീകരിക്കുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം നീതിമാനും നീതീകരിക്കുന്നവനുമാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ഈസ് എ ജസ്റ്റിഫയർ. അവൻ വഴി ഇല്ലാത്തിടത്ത് നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ കൂടിയാണ്. സകലവും സൃഷ്ടിക്കുന്നതിന് മുൻപേ
ആ തൃത്വത്തിലെ ഡിസ്കഷന്റെ സമയത്ത് തന്നെ. അതായത് ദൈവത്തിനറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിനറിയാം. സ്വർഗത്തിലും ഭൂമിയിലും സൃഷ്ടിക്കാനിരിക്കുന്ന ദൂതന്മാര് ദൈവത്തിനെതിരെ മറുതലിക്കുമെന്നും സൃഷ്ടാവിനെതിരെ പോരാടുമെന്നും മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിടുമെന്നും അവന്റെ മേൽ പകർന്നിരിക്കുന്ന തേജസ് അവന് നഷ്ടമാകുമെന്നും മനുഷ്യൻ പാപം ചെയ്ത് കൊള്ളരുതാത്തവനായി തീരും. ദൈവത്തിന് ഇവരെ നശിപ്പിക്കേണ്ടതായിട്ട് വരും. കാര്യം നീതിയോട് ദൈവം ഇതിനെ വിധിച്ചേ പറ്റത്തുള്ളൂ. അതിനൊരു നീതീകരണം, ശിക്ഷ വിധിക്കേണ്ടതായിട്ട് വരുമെന്നും പരിഹാരത്തിനായിട്ട് വേറൊരു മാർഗവുമില്ല, പകരം തൃത്വത്തിൽ ഒരാൾ അതിനൊരു പ്രായശ്ചിത്തമായി തീരണമെന്നും എല്ലാം ദൈവത്തിന് അറിയാം. ഇത് തുടങ്ങുന്നതിന് മുമ്പേ, ഈ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തിനറിയാം ഈ ഗോൾമാൽ എല്ലാം ഉണ്ടാകാൻ പോകും എന്ന് ദൈവത്തിനറിയാം. പിന്നെ എന്തിനാ ദൈവം ഈ സൃഷ്ടി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതിന്റെ സൃഷ്ടാവായിട്ട് നിയമിക്കുക. കർത്താവാണ് ഇത് സൃഷ്ടിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:16 വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം. അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതൊന്നുകൂടെ റീക്യാപ്പ് ചെയ്യും, ഒന്ന് കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കൊലോസ്യർ 1:16 പറയുന്നത് സകലതും അവനായും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അതായത് ഈ തൃത്വത്തിൽ കർത്താവായ യേശു ക്രിസ്തു, പുത്രനായ ക്രിസ്തു ആ ഒരു ദൗത്യം ഏറ്റെടുക്കുക. ഈ സൃഷ്ടി കർത്താവിനാൽ നടക്കിയ സകലതും അവനായും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. മനസ്സിലായോ? ഈ സൃഷ്ടികൾ നടക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഭയങ്കര പ്രശ്നത്തിലേക്കാ കാര്യങ്ങൾ പോകാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ അതിന് പ്രായശ്ചിത്തമായി തീരണം. ഈ പാപം മുഴുവനും തന്റെ തോളിലേറ്റി അതിന് പരിഹാരമായിട്ട് താൻ കാൽവറിയിൽ യാഗമായി ആ ദൈവ കോപാഗ്നിയുടെ ശിക്ഷ തന്റെ മേൽ വഹിക്കണം. ഇത് കർത്താവിന് അറിയാം ഇത് നടക്കുമെന്നുള്ളത്. എങ്കിലും അതിൽ കൂടെ ഒരു വലിയ കൂട്ടം കർത്താവിനെ അറിയും. ഒരു വലിയ കൂട്ടം ദൈവത്തെ അറിയുകയും ദൈവത്തോടൊപ്പം ചേരുകയും യുഗം കർത്താവിനോടൊപ്പം വാഴുകയും ചെയ്യും. അത് നമുക്ക് എങ്ങനെ അറിയാം അങ്ങനെ നടക്കുമെന്നുള്ളത്? ദൈവത്തിന് അറിയാമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? ശ്രദ്ധിച്ചു നോക്കിയേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ തുള്ളിച്ചാടാനാ തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടാകും. ആ ക്രൂശിന്റെ അപമാനം സഹിക്കേണ്ടതായിട്ട് വരും. ആ ലെവല് വരെ തന്നെ താഴ്ത്തേണ്ടതായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അത് സഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. യുഗായുഗങ്ങൾ നമ്മളോടൊപ്പം, ബോഡി ഓഫ് ക്രൈസ്റ്റിനോടൊപ്പം, കിങ്ഡം ഓഫ് ഹെവനിലെ സെയിൻസിനോടൊപ്പം കർത്താവ് യുഗായുഗങ്ങൾ വാഴുവാനായിട്ട് പോവുക. ആ സന്തോഷം ഓർത്ത് ഹല്ലേലൂയ. ഈ കാലം കഴിഞ്ഞതിന് ശേഷം നാം കർത്താവിനോടൊപ്പം വാഴുന്ന ഒരു വരും കാലത്തിലേക്ക് കടക്കാൻ പോവുക. അന്ന് യുഗങ്ങൾ കർത്താവിനോടൊപ്പം വാഴാൻ പോവുക. അതിനു മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിലും ഇവിടെ പറയുന്ന കണ്ടില്ലയോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, വരാൻ പോകുന്ന ആ ജോയ്ഫുൾ, ആ സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്തെല്ലാം പ്രശ്നം സഹിക്കേണ്ടി വന്നാലും ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്താൻ കാര്യമതാ. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കാൻ കാരണമതാ. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് ദൈവം ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ വലിയൊരു പ്രായശ്ചിത്ത ബലിയായി തീർന്നിരിക്കുക. അവൻ്റെ രക്തത്തിലൂടെ, ആ പ്രായശ്ചിത്ത ബലിയിലൂടെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് നിവർത്തിച്ചിരിക്കുക. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് and we are saved through the faith in that blood of Christ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ കാൽവറിയിലൂടെ ഒഴുകിയ പരിശുദ്ധ രക്തത്തിലെ വിശ്വാസത്താൽ നാം ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുക, രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇതിന്റെ അപ്പുറത്ത് വേറെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാസ്ഫമിയ. കർത്താവ് ഇത്രയും കഷ്ടത്തിൽ കൂടെ കഷ്ടം സഹിച്ച് നമ്മളെ വീണ്ടെടുത്തിരുന്നിട്ടും നാം ഇതിനപ്പുറം വേറെ പലതും നമുക്ക് രക്ഷയ്ക്കായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദൂഷണം എന്നല്ലാതെ ഞാൻ എന്താ അതിനെ പറയുക? പ്രൈസ് ദി ലോർഡ്. 24-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞ് നിർത്താനായിട്ട് പോയ റോമാലേഖനം എന്ന് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് 3-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അവൻ
തന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. പഴയ നിയമകാലത്ത് നിങ്ങൾക്ക് പലതും ചെയ്യണമായിരുന്നു. കാളയെയും ആട്ടുകൊറ്റനെയും മറ്റു പലതിനെയും യാഗം കഴിക്കണമായിരുന്നു. തിരുനാള്, പെരുന്നാള്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സൗജന്യമായിട്ട്, ഇന്ന് യേശു ക്രിസ്തുവിലെ വിശ്വാസ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ആ വിശ്വാസത്താൽ, അവന്റെ കൃപയാൽ, ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നാം ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 25-ാമത്തെ വാക്യം കുറെ കൂടെ ഓപ്പൺ ആയിട്ട് അതിനെ നമ്മളെ കാണിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ, കർത്താവിന്റെ ആ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ കണക്കിടാതെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് സമയത്ത് ആ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ റോമാലേഖനത്തിന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്നൊക്കെ പറയാൻ കാര്യമെന്ന് ഇപ്പോൾ മനസ്സിലായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. വേറെ ഒരു സുവിശേഷവും ഈ ലോകത്തിലില്ല. ഉലക സ്ഥാപനത്തിന് മുൻപ് മുതലേ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അവനായിട്ടും അവൻ മുഖാന്തരവും സകലവും സൃഷ്ടിച്ചിരിക്കുക. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ഒന്നായി ചേർക്കാം. യേശു ക്രിസ്തുവിന്റെ ആ ഒരു അധികാരത്തിന് കീഴിൽ, കർത്താവിന്റെ ആ ഒരു കർത്തൃത്വത്തിന്റെ കീഴിൽ ഈ ഉലകം മുഴുവനും വരാനിരിക്കുന്ന ആ വലിയ സന്തോഷമോർത്ത് ക്രൂശിന്റെ ആ അപമാനത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 28-ാമത്തെ വാക്യം കൂടെ ഒക്കെ കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പൂർണ്ണ പിക്ചർ കിട്ടുന്നത്. അടുത്ത ആഴ്ചയിൽ എൻ്റെ സമയം തീർന്നു പോയിരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിർത്തുക. അടുത്ത ആഴ്ചയിൽ ഞാൻ 21-ാമത്തെ ഭാഗം മുതൽ വീണ്ടും ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് ആ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കി തരുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. മാർട്ടിൻ ലൂതറിനെ പോലെ, വില്യം ടിൻഡേലിനെ പോലെയുള്ള ആൾക്കാർ ഈ ഭാഗം ബൈബിളിന്റെ തന്നെ കേദാരം എന്ന് പറയാൻ ഇതാണ് അതിന്റെ കാരണം. ദൈവമായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പഠനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വാസ്തവങ്ങളെ ഉൾക്കൊള്ളുവാൻ ദൈവം പ്രത്യേക കൃപ തരേണ്ടതിന് കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ.